കണ്ണൂർ കരുവഞ്ചാൽ വായാട്ട് പറമ്പിലിൽ ആളൊഴിഞ്ഞ പറമ്പിൽ അസ്ഥിയും തലയോട്ടിയും കണ്ടെത്തി. മലയോര ഹൈവേക്ക് സമീപമുള്ള പറമ്പിലെ കാട് വെട്ടിത്തെളിക്കുന്നതിനിടെയാണ് മനുഷ്യന്റേതെന്ന് സംശയിക്കുന്ന തലയോട്ടിയും അസ്ഥിയും കണ്ടെത്തിയത്. തളിപ്പറമ്പ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി. സുലൈസക് വിശദാംശങ്ങൾ നൽകും. സുനിൽ, അസ്ഥികൂടം മനുഷ്യന്റേത് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം, പരിശോധന എങ്ങനെ നടക്കുന്നു? പ്രാഥമികമായ നിഗമനത്തിൽ അസ്ഥികൂടവും തലയോട്ടിയും മനുഷ്യന്റേത് തന്നെയെന്നാണ് പോലീസിൽ പറയുന്നത്. അതായത് കരുവഞ്ചാലിൽ നിന്ന് നടുവിലേക്ക് പോകുന്ന മലയോര പാതയിൽ വായാട്ടുപറമ്പിൽ ഹണി ഹൗസിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലാണ് ഇപ്പോൾ അസ്ഥികൂടവും തലയോട്ടിയും കണ്ടെത്തിയിരിക്കുന്നത്. ഈ പറമ്പിൽ കഴിഞ്ഞ ഒരു വീടോടുകൂടിയ ഒരു പറമ്പാണ്. ആ പറമ്പിൽ കഴിഞ്ഞ കുറെ നാളുകളായി ആൾതാമസമില്ലാത്ത ആളുകളാണ്, അവർ പ്രവാസികളാണ്. ഈ വീടും പരിസരവും ഒപ്പം ആ പ്രദേശവും ഒക്കെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അത് ഇന്ന് ഉച്ചയോടുകൂടി ഒരു പറ്റം തൊഴിലാളികൾ മെഷീൻ ഉപയോഗിച്ച് വെട്ടിത്തെളിക്കുന്നതിനിടയിലാണ് ആദ്യം കണ്ടെത്തിയത് തലയോട്ടിയാണ്. അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് അതിനോട് ചേർന്ന് തന്നെ അസ്ഥികൂടങ്ങളും കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം ഈ കാടിനുള്ളിൽ നിന്ന് ഒരു ഷർട്ടും മുണ്ടും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് തളിപ്പറമ്പ് ഡിവൈഎസ്പി പ്രേമേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഈ അസ്ഥിയും മറ്റും അവിടെ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. ഇത് മനുഷ്യന്റെ അസ്ഥികൂടം തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം. അത് അവിടെ എങ്ങനെ എത്തി എന്നതാണ് ഒരു ദുരൂഹത ഉള്ളൊരു കാര്യം. കാരണം ഇത് കുഴി എടുത്ത് കുഴിച്ചിട്ടിരിക്കുന്ന രീതിയിലൊന്നും ആയിരുന്നില്ല കണ്ടെത്തിയത്. അവിടെ ഈ കാടിനുള്ളിൽ തന്നെ അസ്ഥികൂടവും തലയൊട്ടിയും ഒക്കെ കാണുകയായിരുന്നു. എന്തായാലും എവിടെന്നെങ്കിലും മിസ്സിംഗ് കേസുകൾ സംബന്ധിച്ചൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആദ്യം ഇത് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് അയച്ച് മനുഷ്യന്റെ തന്നെയൊന്ന് പൂർണ്ണമായും സ്ഥിരീകരിക്കുകയാണ് വേണ്ടത്. അതിനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. ശരി സുനിൽ.